ഹലോ എവ്രി വൺ, ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ്. ബസ്സിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇതാണ് ഞങ്ങളുടെ ബസ്. ഒരു ബുദ്ധിമുട്ടുമില്ല. ട്രാവലിംഗ് നല്ല സുഖമാണ്. നമുക്കൊരു ക്ഷീണവും തോന്നില്ല. മറ്റെന്താ പറയുക, ഒരു കുലുക്കം അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ബോഡി പെയിൻ ഒന്നുമില്ല ഇത്രയും ദൂരം ട്രാവലൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ JKNന് ഞങ്ങൾ ഗുഡ് ബൈ പറഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങളുടെ ഐറ്റിനററി പറയുന്നത് തിരുത്തണ്ണിയും പിന്നെ കാളഹസ്തിയുമാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ 6:45 ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. സൂര്യൻ ദാ ഉദിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല പീസ്ഫുൾ ഹാപ്പി ആയിട്ട് അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ ജേർണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്ന് കണ്ടില്ലേ സൂര്യൻ ഇങ്ങോട്ട് എണീറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ വേൽമുരുകനെ കാണാനായിട്ട് ഞങ്ങൾ തിരുത്തണ്ണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴിയിലെ കാഴ്ചകളൊക്കെ എങ്ങനെയാണ്, പശുക്കളും കോഴികളും ആടുകളും ഒക്കെ ഉണ്ട്. രാവിലെ എണീറ്റ് അതിനെ പരിപാലിക്കുന്നതൊക്കെ കാണാം. ഞാൻ പറഞ്ഞില്ല, ഇഷ്ടംപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കാണാം. A to Bയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ കഴിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ അധികം ട്രാഫിക്കും ഇല്ല. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ കയറി ഞങ്ങൾക്ക് വേണ്ടതൊക്കെ അങ്ങോട്ട് ഓർഡർ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മിനി ഇഡ്ഡലി, വെൺപൊങ്കൽ, പൂരി, ഇങ്ങനെ റോസ്റ്റ്, ഇതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് കഴിച്ച ശേഷം ഞങ്ങളുടെ ജേണി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് കുറച്ച് എൻ്റർടൈൻമെൻറ്റൊക്കെ ഉണ്ടായിരുന്നു ബസ്സിൽ. അപ്പോൾ എല്ലാവരെയും കൊണ്ട് പാടാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ പാടിയ പാട്ടുകൾ എന്തൊക്കെയാണ് നടന്നതെന്ന് അതിൻ്റെ ക്ലിപ്പിങ്സ് കുറച്ച് ഞാനിവിടെ ഇടുന്നുണ്ട്. കരളിനെ കവർന്നരാധികയെ പോലെ എന്റെ മൈൻ്റെ മോളെ ഞാൻ നിക്കാഹ് കഴിച്ചിട്ടാകെ കുഴപ്പത്തിലായി. ഓർമ്മ പോലും മാഞ്ഞു പോകുന്നതെന്തേ പാതിരാമഴയേതോ മാരിയമ്മൻ തായേ അമ്മൻ കുടമേന്തി ആടിയാടി വന്നേൻ, പമ്പമേളം കൊട്ടി പാടി പാടി വന്നേൻ, നിന്റെ പാദപങ്കജങ്ങൾ തേടി തേടി വന്നേൻ, കുങ്കുമവും കുരുനിലയും മഞ്ഞളുമായി വന്നേൻ, കാളി ഭദ്രകാളി ദേവി. മുന്നിൽ ചെന്നു കാവടിയൊന്നാട്, മുരുകന്റെ തുകൾ പാട്, ഉള്ളിലാളും ദുഃഖം മൂട്, വള്ളിനാഥൻ തേരും കാരുണ്യത്താൻ പഞ്ചാമൃതത്തെ. ഒന്നാം മുഖം തൊഴുവാൻ പടി കടന്നു മലമുകളിൽ, തിളക്കം വേങ്ങിയൊരു ഒഴിമങ്കവും പതക്കം പോലും നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ കുഞ്ഞാലേ, മാമ്പഴമാകട്ടെ. വെള്ളേ മേക്കുള്ളില മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ കുഞ്ഞാലേ, എത്ര ഞാൻ വാങ്ങി തന്നു. അങ്ങനെ കുറച്ച് എൻ്റർടൈൻമെൻറ്റൊക്കെ ആയിരുന്നു. ഇപ്പം ഞങ്ങളിതാ തിരുത്തണി എത്താറായി. അപ്പം ഞങ്ങളുടെ ഗൈഡ് തിരുത്തണിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. തിരുത്തണിയും ആറുപട വീടിലെ ഒരു വീടാണ് മുരുകൻ്റെ. മുരുകൻ സൂരപത്മനെ കൊന്ന ശേഷം നല്ല ദേഷ്യത്തിലായിരുന്നു. അവിടെയാണ് വന്നത്. ഇന്ദ്രൻ്റെ മകളെ ദേവയാനിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേവേന്ദ്രൻ മറ്റേ ഐരാവതം ദേവേന്ദ്രൻ്റെ വാഹനമാണല്ലോ, മുരുകന് ഗിഫ്റ്റായിട്ട് കൊടുത്ത ശേഷം ദേവേന്ദ്രന് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ മുരുകൻ അത് തിരിച്ച് ഐരാവതത്തിനെ തരാമെന്ന് പറയും. പക്ഷേ ദേവേന്ദ്രൻ അത് വേണ്ട, മറ്റേ ഐരാവതത്തിനെ ഈസ്റ്റ് ഡയറക്ഷൻ നോക്കിയിട്ട് വയ്ക്കാൻ വേണ്ടി പറയും. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കണേന്ന് പറഞ്ഞു.
ഇങ്ങനെ ഒരു അമ്പലത്തിൻ്റെ പോകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ അതാണ് ഇവിടെ നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഒരു ഐഡിയ കിട്ടുമല്ലോ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതാ കാണിച്ചും തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ പറ്റും ആ അമ്പലത്തിൻ്റെ ഐതിഹ്യം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഞങ്ങളിത് അമ്പലത്തിലേക്ക് എത്താറായി. അങ്ങനെ ഇപ്പോൾ ഇതാണ് തിരുത്തണി അമ്പലം. ഇത് നമ്മൾ മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുരുക എന്ന് എഴുതിച്ചിട്ട് ഓ മുരുക എന്ന്. അപ്പോൾ ഞങ്ങൾ മുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 365 സ്റ്റെപ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഇയറിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് വെച്ചിട്ട് ഓരോ സ്റ്റെപ്സ് അങ്ങനെയാണ് പറഞ്ഞു തന്നത്. നമ്മൾ പക്ഷേ മുകളിലേക്കാണ് സ്റ്റെപ്പ് വഴിയൊന്നും കയറിയിട്ടില്ല. ബസ്സിൽ തന്നെയാണ് പോയത്. മുകളിൽ അങ്ങോട്ട് ഇറങ്ങിയ ശേഷം നമുക്ക് കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് എത്തും. ഇപ്പോൾ മുകളിൽ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഇതിപ്പോൾ എൻ്റെ സൈഡിൽ ഫുൾ ഇങ്ങനെ പാറകളും കാടുമൊക്കെയാണ്. മറ്റേ സൈഡിലാകുമ്പോൾ നമുക്ക് വ്യൂസ് നല്ലപോലെ ഉണ്ട്. തിരിച്ചു വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഓട്ടോസും കാറ് പിന്നെ ബസ്സുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ അത് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മോക്ഷക്കാർക്ക് ഇതാണ് മറ്റേ ഒരു ഓറഞ്ച് കളർ ക്യാപ്പ് ഉണ്ട്. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് ടാഗും ഉണ്ട്. അപ്പോൾ ഈസിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനത്തെ അപ്പോൾ അമ്പലത്തിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻട്രൻസ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് ഇഷ്ടം പോലെ ഇതുപോലെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സിസ്റ്ററിലോ ആണ്, കസിൻസും എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പ്രാവശ്യം ചുറ്റി നമുക്കേ അറിയില്ല. ഇപ്പോൾ ഇതാ സ്റ്റെപ്പ് കയറി മുകളിൽ പോവാണ്. മുകളിൽ കയറിയ ശേഷം പിന്നെ ഞാൻ അങ്ങനെ ഫോട്ടോ എടുത്തിട്ടുമില്ല കേട്ടോ. പിന്നെ നമുക്ക് തൊഴേണ്ട തിരക്കല്ലേ, നമ്മളിവിടെ വന്നിരിക്കുന്നത് തൊഴാനല്ലേ. ഇതാണ് കണ്ടില്ലേ ആനയെ സിറ്റുവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെയാണ് ഈസ്റ്റ് നോക്കിയിട്ട്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച ശേഷം വെളിയിലേക്ക് ഇറങ്ങിയ ശേഷം പിന്നെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ്, ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്നുള്ള വ്യൂ ആണ്. ആൾക്കാർ തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ദർശനം കിട്ടുകയും ചെയ്തു. അവിടുന്ന് ഞങ്ങൾ പിന്നെ ഈ മാങ്ങയും പൈനാപ്പിളും ഒക്കെ മേടിച്ചു. അതിലിങ്ങനെ മറ്റേ ചില്ലി പൗഡറും ഒക്കെ ഇട്ടിട്ട് ഉപ്പുമൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഷോപ്പിംഗ് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് എനിക്ക് വേൽമാറലിൻ്റെ ബുക്ക് മേടിച്ചു. അത് തമിഴിലാണ്. അപ്പോൾ അത് വായിക്കാൻ വേണ്ടി മേടിച്ചിരിക്കുകയാണ്. കണ്ടില്ല ഇഷ്ടംപോലെ വെൻഡേഴ്സ്, റോഡ് സൈഡ് വെൻഡേഴ്സ് ഉണ്ട്. മാലകൾ പിന്നെ സ്റ്റെൻസിൽസ്, അതായത് ഈ കോലം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ പാൽ ഐസ്ക്രീം എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഐസ്ക്രീം ഒന്നും മേടിച്ചില്ല. എന്താ വെച്ചാൽ ഏത് വെള്ളത്തിലാണ് ഉണ്ടാക്കണേന്ന് നമുക്കറിയില്ലല്ലോ. ഇങ്ങനെ എല്ലാവരും നോക്കി നടക്കുന്നുണ്ട്. ചിലവർ മേടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതാ ഞങ്ങളുടെ ബസ്സിലേക്ക് പോവുകയാണ്. ബസ് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഗൈഡ്സും നമ്മളെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്പർ കറക്റ്റായിട്ട് കൂട്ടിക്കൊണ്ട് പോകാനും അതേപോലെ ഇറക്കി ബസ്സിൽ കയറ്റാനും എല്ലാം അവർ കറക്റ്റായിട്ട് നോക്കുന്നുണ്ട്. നമ്മൾക്കും അത് നല്ല സേഫ് ആയിട്ട് ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇപ്പോൾ ഇതാ നമ്മൾ താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ മറ്റേ സൈഡാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മറ്റേ വീടും മലകളും ഒക്കെ കാണാമെന്ന്. വീടുകളൊക്കെ കണ്ടില്ലേ, നമുക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ കെട്ടിടങ്ങൾ കാണാം. ഇപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഗോപുരവും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ നേരെ പോകുന്നത് കാളഹസ്തിക്കാണ്. അവിടെ ചെന്നിട്ടാണ് ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാളഹസ്തിയിലേക്കുള്ള വഴിയാണിതിപ്പോൾ. സൈഡിൽ ഇഷ്ടം പോലെ മൗണ്ടൻസ് ഉണ്ട്. ഇങ്ങനെ മൗണ്ടൻസൊക്കെ ചിലപ്പോൾ ഓരോ ഷേപ്പും എല്ലാം കാണാം. അവരിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അവിടെ റോഡ് പണിയും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മല കണ്ടില്ലേ, അതിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത പോലെയുണ്ട്. അതിൻ്റെ ഇത് അങ്ങനെ തന്നെ ആയിരിക്കും അതിൻ്റെ സ്ട്രക്ചർ. അതുപോലെ ഇഷ്ടംപോലെ റോക്സ് താഴെ ഉരുണ്ട് വീഴുമോ തോന്നും നമുക്ക്. ഇന്നും സ്കൈ കണ്ടില്ലേ, നല്ല ക്ലിയറായിട്ട് തന്നെയുണ്ട്.
കാലാവസ്ഥയും നല്ലതാണ്, അങ്ങനെ ചൂടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പോയി പ്രാർത്ഥിച്ചിട്ട് വരാനും ഒക്കെ നമുക്ക് നല്ല സൗകര്യമാണ്. ഇനിയിപ്പോൾ കാളഹസ്തിയിലേക്കാണുള്ള യാത്ര. അപ്പോൾ ഇതാ കാളഹസ്തിയിൽ എത്തി. ഇവിടെ എന്തായാലും മൊബൈൽസ് അലൗഡ് അല്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും മൊബൈൽസ് വണ്ടിയിൽ വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് ഒറ്റ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അമ്പലത്തിൽ വലിയ അമ്പലമാണ്. ഇവിടെ നമ്മൾ രാഹു കേതു പൂജയും ഉണ്ടായിരുന്നു. അത് 1 അവർ എടുക്കും. അപ്പോൾ അതിനും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ മറ്റേ കണ്ണപ്പ മലയും ഉണ്ട്, പിന്നെ പാതാള ഗണപതിയും ഉണ്ട്. ഈ കണ്ണപ്പ മല നമുക്ക് കുറച്ച് മുകളിൽ കയറിയിട്ട് പോകണം. മുകളിൽ ശിവനും പാർവതിയും ഉണ്ട്. പിന്നെ പാതാള ഗണപതി പറയണത് ഒരു ഗുഹയ്ക്കകത്ത് പോവാനായിട്ട്. നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. അതായത് നമ്മുടെ ഗൈഡ് എടുത്തതാണ്. ഇതാണ് മുകളിലുള്ള ശിവനും പാർവതി. അപ്പോൾ അവിടെയും തൊഴുതു. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ എന്തായാലും ഞങ്ങൾ പോയ കാര്യം നമ്മൾ വിചാരിച്ച പോലെ നടന്നു. പൂജകളൊക്കെ നന്നായി നടന്നു. പിന്നെ നല്ല ദർശനവും കിട്ടി, നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് തിരുപ്പതിക്കാണ്. ഇന്ന് തിരുപ്പതിയിലാണ് സ്റ്റേ. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നൈറ്റ് വ്യൂ. തിരുപ്പതി ടൗൺ എത്തിയെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നും നാളെയും സ്റ്റേ ചെയ്യാൻ പോകുന്നത് തിരുപ്പതിയിലാണ്. അപ്പോൾ നമ്മുടെ ലോഡ്ജിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവർ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ലോഡ്ജ്, ഹോട്ടൽ ബാലാജി ഗ്രീൻ പാർക്ക്. അപ്പോൾ നമ്മളവിടെ എത്തി. പിന്നെ നമുക്ക് റൂംസൊക്കെ അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫ്രഷനപ്പൊക്കെ ചെയ്ത് ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് ഇതാ പോവുകയാണ്. റെസ്റ്റോറൻറ്റ് അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഹോട്ടൽ ബുഡ് സൈറ്റ് എന്നും പറഞ്ഞിട്ട്. പിന്നെ അവിടെ പോയിട്ട് വേണ്ടതൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. നല്ല തമാശയായിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഡിന്നർ കഴിച്ചത്. അപ്പോൾ കസിൻസിൻ്റെ കൂടെ പോകുമ്പോൾ അത് വേറെ ഒരു ഫൺ തന്നെ. നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ആഹാരമൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേ 7 o'clock താഴെ റിപ്പോർട്ടിംഗ് ടൈം. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് നല്ല ക്ഷീണമുണ്ട്. ഇന്നിപ്പോൾ കിടന്ന് ഒറ്റ ഉറക്കമായിരിക്കും. ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ എഡിറ്റിങ്ങും ഒക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വോയിസും ഒക്കെ നല്ല ക്ഷീണത്തിലാണെന്ന് എനിക്കറിയാം. എന്നാലും ഇന്ന് ഞങ്ങൾ എൻജോയ് ചെയ്തതും കണ്ട സ്ഥലങ്ങളെക്കുറിച്ചിട്ടുമാണ് ഞാൻ കാണിച്ചു തന്നതും പറഞ്ഞതും. ഇപ്പോൾ ഇതാ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോണു. നാളെ 7 o'clock താഴെ എത്തണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.